ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര ബലിയിടാൻ അമ്പലത്തിലെത്തി. വളരെ നാടകീയമായ രംഗങ്ങളാണ് അന്ന് ആ ഒരു ദിവസം അവിടെ നടക്കുന്നത്. വേറൊന്നുമല്ല, സ്വന്തം കൂടപ്പിറപ്പായ ദീപു തന്നെ സുമിത്രയെ ഒരുമാതിരി കോമാളി വേഷം കെട്ടിക്കുന്നു. സുമിത്രയെ കൊണ്ട് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിത്രയ്ക്കും അപ്പുവിനും വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ദീപുവിന് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. ദീപു കിടന്ന് ഉരുണ്ട് കളിക്കുന്നതാണ്, ദീപു എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒപ്പിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അവർ ചോദിക്കുന്നിടത്തൊന്നും ദീപു പിടി കൊടുക്കുന്നില്ല. അങ്ങനെ അവർ ഈ ദീപുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടോ. ഈ സമയത്താണ് നമ്മുടെ സുമിത്രയെ ബലിയിടാനായിട്ട് യഥാർത്ഥ സ്ഥലത്ത് കൊണ്ടുപോകാതെ കുറച്ച് മാറി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ട് സുമിത്രയ്ക്കും അതുപോലെ തന്നെ സരസ്വതി അമ്മയ്ക്കും ഒക്കെ സംശയം, ഇതെന്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ സരസ്വതി അമ്മ അത് പറയൂലോ, സരസ്വതി അമ്മ അത് പറയുകയും ചെയ്തു. ഇതെന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നത്, ഇത് എന്ത് സ്ഥലത്ത് ഈ കൊണ്ടുവന്നേക്കുന്നത്, സാധാരണ ബലിയിടുന്ന സ്ഥലം ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങോട്ട് പോകാൻ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിന് സരസ്വതി അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് ദീപു ഇങ്ങനെ അതിനൊരു ഇതിലായിട്ട് ഇങ്ങനെ പറഞ്ഞങ്ങ് പോവുക. ഈ സമയത്താണ് അവിടെ നിന്ന് പങ്കജുമായി നമ്മുടെ അപ്പു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പങ്കജ് പറഞ്ഞത്, പൂജയ്ക്ക് നിന്നോട് യാതൊരു താല്പര്യവും, അവളുടെ മനസ്സിൽ പോലും നീ ഇല്ല, അതുകൊണ്ട് നീ അവളുടെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ലാന്ന്, അത് നീയല്ല തീരുമാനിക്കുന്നത്, നമുക്ക് കാണാം എന്നും പറഞ്ഞ് നമ്മുടെ അപ്പുവും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വഴക്കും ബഹളവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിങ്ങ് പോന്നു. അപ്പോൾ അപ്പു അങ്ങ് നീങ്ങി കഴിഞ്ഞപ്പോഴേക്കും പങ്കജ്, നിനക്ക് അവൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവൾ നിൻ്റേതാവില്ല അപ്പു എന്നൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് ഇങ്ങനെ പങ്കജ് പറയുക. എന്നിട്ട് നമ്മുടെ അപ്പു ഇങ്ങനെ തേടി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടു. ഇവരോട് ചോദിച്ചു, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ അല്ലല്ലോ സാധാരണ ബലിയിടുന്നത്, അപ്പുറമല്ലേന്ന് ചോദിച്ചപ്പോൾ അവിടെ ഭയങ്കര തിരക്കാടാ മകനെ, അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്നെങ്കിൽ ഒന്നും കാര്യങ്ങൾ നടത്തി ഇങ്ങോട്ട് പോരലുണ്ടാവത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണു. അന്നേരം ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ അപ്പു ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് സുമിത്രയാണെന്നുണ്ടെങ്കിൽ അവിടെ ബലിയിടാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു. അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പൂജാരി അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹം സുമിത്രയ്ക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. സുമിത്ര ഇതൊക്കെ ചെയ്യുന്നു. അപ്പോഴും ദീപു ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുക കണ്ണുകൾ കൊണ്ട്, ദൈവമേ കാണരുതേ കാണരുതേ, അമ്മയും മകൻ തമ്മി കാണരുതേ എന്നും പറഞ്ഞു. അപ്പോൾ ദീപുവിനോട് ഇത് ചെയ്യുന്നതിനെപ്പറ്റി അവർ ചോദിച്ചപ്പോൾ ദീപു ശ്രദ്ധിക്കുന്നില്ല, ദീപു ഈ ലോകത്തൊന്നും അല്ലല്ലോ. ദീപു, നീ ഇത് എന്താ ഈ കാണിക്കുന്നേ എന്ന നേരത്തേക്ക് നമ്മുടെ സരസ്വതി അമ്മ ചോദിച്ചു. എന്താ നിന്നോട് ചോദിച്ചു എന്ന് നീ കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പം, എന്തായിരുന്നു, നീ ബലി ഇടുന്നില്ലേന്നാ ചോദിച്ചത്. ഞാൻ ഇടുന്നില്ല, ചേച്ചി ഇട്ടാൽ മതി, ഞാൻ എല്ലാ കൊല്ലം ഇടുന്നതല്ലേ, തവണ ചേച്ചി ഇടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദീപു വന്നിട്ട് അതിൽ നിന്ന് നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇങ്ങനെ കഴിഞ്ഞു. നമ്മുടെ സുമിത്ര അവിടെ നിന്ന് ബലിയിടുക കേട്ടോ. അപ്പോൾ സുമിത്ര ഇവിടെ ബലിയിട്ട് തുടങ്ങിയപ്പോൾ അവിടെ മകൻ ബലിയിട്ട് തീർന്നു. അങ്ങനെ സുമിത്രയുടെ ബലിയിടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മകൻ ഇങ്ങനെ എഴുന്നേറ്റ് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അവരവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രേമയും അതുപോലെ തന്നെ വിശ്വനും കൂടെ ചേർന്ന് സുമിത്രയുടെ ഫോട്ടോ മാറ്റാനായിട്ടുള്ള ശ്രമം, പ്രത്യേകിച്ച് പ്രേമ. അപ്പോൾ വിശ്വനെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്ത് മാറി നിൽക്കുന്നു. എന്നിട്ട് ഈ ഫോട്ടോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം, കാരണം സ്വരമോളെങ്ങാനും കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും, അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അവളുടെ കണ്ണിൽ പെടാൻ പാടില്ല, നമ്മളിത് എങ്ങോട്ട് മാറ്റും എന്നൊക്കെ ഇങ്ങനെ പ്രേമ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല എങ്ങോട്ട് മാറ്റുമെന്ന്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു വിശ്വൻ. ഞാനെന്ത് ചെയ്യാനാ, നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയുന്നു പറഞ്ഞുകൊണ്ടായി. അന്നേരം പ്രേമയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയും മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ പെൺകൊച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സുമിത്ര ജീവിച്ചിരിക്കുന്നുള്ള കാര്യം അനിരുദ്ധ അറിയും. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം, അതിനൊരു വഴി പറഞ്ഞു തരാനാണ് മനുഷ്യ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പിൽ ഇതേ അങ്ങോട്ടേക്ക് സ്വരമോള് വന്നു. ഇതെന്താ ഇത് എന്നും ചോദിച്ച്. ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പം, ഇതെൻ്റെ അച്ഛമ്മയുടെ ഫോട്ടോയല്ലേ, അച്ഛമ്മയുടെ ഫോട്ടോ അമ്മമ്മ എങ്ങോട്ട് കൊണ്ടുപോവുക എന്ന് ചോദിച്ചപ്പോൾ, എങ്ങും കൊണ്ടുപോകുമൊന്നും അല്ല, നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്, നീ നിൻ്റെ കാര്യം നോക്കുക കൊച്ചേ, അവിടെ പോയി ഇരിക്കുക കൊച്ചേ എന്നും പറയുമ്പോൾ, ഇല്ല ഞാൻ പോവില്ല, എനിക്ക് എൻ്റെ അച്ഛമ്മയുടെ ഫോട്ടോ കാണണം, എനിക്ക് എൻ്റെ അച്ഛമ്മയുടെ ഫോട്ടോ കണ്ടേ പറ്റൂ, ആ ഫോട്ടോ ഇങ്ങ് കാണിച്ച്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നീ തലയിടാൻ നിൽക്കേണ്ട, ആ ഫോട്ടോ പൊട്ടിയതാ, അതിനകത്ത് ചില്ലൊക്കെ കാണും, നിൻ്റെ കയ്യിലും എല്ലാം കൊണ്ട് മുറിഞ്ഞാലേ പിന്നെ അതും മതി, അതുകൊണ്ട് അച്ഛമ്മയുടെ ഫോട്ടോ ഇന്ന് തൽക്കാലം നീ കാണണ്ടെന്ന് പറഞ്ഞു. അമ്മമ്മ പറഞ്ഞു, പറ്റില്ല, എനിക്ക് എൻ്റെ അച്ഛമ്മയുടെ ഫോട്ടോ കാണണം, എൻ്റെ അച്ഛമ്മയുടെ ഫോട്ടോ എന്നെ കാണിക്കുക, എന്നെ കാണിച്ചോ, എന്നെ കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ചിട്ട് ഈ
കവറിൽ പിടിച്ച് കൊച്ചു പിടിച്ച് വലിച്ചു. അപ്പോൾ കവറിൽ പിടിച്ച് വലിച്ച് ഇങ്ങ് എടുത്തപ്പോഴത്തേക്കും സ്വരയുടെ കയ്യിലേക്ക് ആ ഫോട്ടോ കിട്ടി. സ്വര വേഗം തന്നെ കവറിൽ നിന്ന് ഫോട്ടോ കൂട്ടി ഇങ്ങ് പിടിക്കുക ചെയ്തേ. പെട്ടെന്ന് കയ്യിലേക്ക് കിട്ടി. ആ കൊച്ചു ആ ഫോട്ടോ നോക്കി കണ്ട് ഞെട്ടി. കാരണം സുമിത്രയുടെ ഫോട്ടോ. ടീച്ചറമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു ഫോട്ടോ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഇതിലേക്ക് എന്നെ നോക്കി നിൽക്കുന്നു. ഇതെൻ്റെ ടീച്ചറമ്മയല്ലേ, ഇതെൻ്റെ അച്ഛമ്മയല്ല, ഇതെൻ്റെ ടീച്ചറമ്മയല്ലേ, ടീച്ചറമ്മയാണോ എൻ്റെ അച്ഛമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല 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 ടീച്ചറമ്മയുടെ ഫോട്ടോ അറിയാതെ എൻ്റെ കയ്യിൽ പെട്ടുപോയതാണ്, അച്ഛമ്മയുടെ ഫോട്ടോ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഈ പ്രേമം ഉരുണ്ട് കളിക്കുക. അല്ല അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊച്ചു പറയുന്നുണ്ട്. പിന്നെ കൊച്ചിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണമല്ലോ, അതിന് ഇവർ കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട്. അപ്പോൾ സുമിത്രയുടെ ഫോട്ടോ കണ്ടപ്പോൾ കൊച്ചിന് ആകെ സംശയമായി, ഇനി ഇത് എൻ്റെ അച്ഛമ്മയാണോ എന്നുള്ളൊരിതിൽ. അപ്പോൾ കുഞ്ഞങ്ങനെ ആ ഒരു മൈൻഡിൽ ചിന്തിക്കുകയും ചെയ്തു കേട്ടോ. എൻ്റെ അച്ഛമ്മയാണ്, ഇതെൻ്റെ അച്ഛമ്മയാണ്, ഇതെൻ്റെ അച്ഛമ്മയാണ് എന്നിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടും ഇരിക്കുക. അപ്പോഴേക്കും പിന്നെ വിശ്വം പറഞ്ഞു, മോളിങ്ങോട്ട് വാ, ഇങ്ങനെ ഇപ്പം അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട, പറ ഇത് എൻ്റെ അച്ഛമ്മയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊച്ചിങ്ങനെ ചോദിക്കും. അല്ലെന്നേ, ഇത് ടീച്ചറമ്മയുടെ ഫോട്ടോ അറിയാതെ എൻ്റെ കയ്യിൽ പെട്ടുപോയതാ, നീ ഇങ്ങ് വാ എന്നും പറഞ്ഞുകൊണ്ട് പ്രേമം നിർബന്ധിച്ച് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകണം. അങ്ങനെ അവരങ്ങ് പോയി. ആ സമയത്ത് ഈ കുഞ്ഞിനെ നീ എത്ര നാൾ പറ്റിക്കുമെന്ന് വിശ്വൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പ്രേമ അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ ഇവരവിടെ നിന്ന് അങ്ങ് പോയി. ഇവർ പോയി കഴിഞ്ഞ് തൊട്ട് പിന്നാലെ കാണിക്കുന്നത് സുമിത്രയും അവിടെ വഴിപാടുകളും കാര്യങ്ങളും അതുപോലെ ബലിയിടലൊക്കെ നടത്തിയിട്ട് ഇങ്ങ് വന്നു. അപ്പോൾ ഫ്രണ്ടിൽ വന്ന് നിന്നിങ്ങനെ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ മക്കളെ തിരിച്ചു കിട്ടണമെന്നും തൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരണമേ എന്നും സത്യങ്ങൾ തെളിയണമെന്നും ശത്രുക്കളുടെ മുന്നിൽ സത്യം തെളിയണം, അല്ലെങ്കിൽ ശത്രുക്കളെ കാട്ടിത്തരണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ ഇങ്ങനെ നമ്മുടെ സുമിത്ര പ്രാർത്ഥിക്കുക. അപ്പോൾ തൊട്ട് പിന്നിൽ അപ്പോൾ 2-3 പേരുടെ ബാക്കിലായിട്ട്, അത് സുമിത്ര നിൽക്കുന്നതിനേക്കാളും 2-3 പേരുടെ ബാക്കിലായിട്ട് അനിരുദ്ധം വന്ന് നിൽക്കുന്നു. അനിരുദ്ധം വന്ന് നിന്നിട്ട് അനിരുദ്ധം പ്രാർത്ഥിക്കുവാണ്, എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമേ, എൻ്റെ അമ്മയ്ക്ക് മോക്ഷം കിട്ടണമേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ നമ്മുടെ അനിരുദ്ധം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അമ്മ ജീവനോടെ നിൽക്കുന്ന അമ്മയ്ക്ക് ബലിയിട്ട് അമ്മയുടെ ആത്മാവിന് വേണ്ടി മകൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ തൻ്റെ മക്കളെ തനിക്ക് തിരിച്ചു കിട്ടണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മക്കൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഇതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ അങ്ങ് പോയപ്പോൾ സുമിത്ര ഭഗവാനിൽ മുഴുകി നിന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൊക്കെ തുടച്ച് കണ്ണുനീരോടുകൂടി കണ്ണൊക്കെ തുടച്ച് നിന്നിങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സുമിത്രയ്ക്ക് അരികിലേക്ക് നമ്മുടെ അനിരുദ്ധ സാഷ്ടാംഗം നമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ വന്നു. അങ്ങനെ ആ അമ്മയുടെ കാൽച്ചുവട്ടിൽ, അതായത് നമ്മുടെ സുമിത്രയുടെ കാൽച്ചുവട്ടിൽ തന്നെ വന്ന് കിടന്നുകൊണ്ട് അനിരുദ്ധ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന സമയം സുമിത്രയുടെ കാൽച്ചുവട്ടിൽ, അതായത് സുമിത്രയുടെ കാലിൻ്റെ തൊട്ടടുത്താണ് അനിരുദ്ധ് വന്ന് കിടക്കുന്നത്. അങ്ങനെ കണ്ണുനീര് ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ സുമിത്ര ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങ് പോരുന്ന സമയത്ത് കൃത്യമായിട്ടും അനിരുദ്ധിൻ്റെ കയ്യിലേക്ക് കയറി ചവിട്ടി. അപ്പോൾ ഓർക്കാപ്പുറത്ത് അറിയാതെ ചവിട്ടിയതാണ്. അപ്പോഴേക്കും സുമിത്രയ്ക്ക് ആകെ വിഷമമായി. സുമിത്ര ഇങ്ങനെ സോറി കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴും അനിരുദ്ധ് കമിഴ്ന്ന് കിടന്ന് തന്നെ പ്രാർത്ഥിക്കുക. അനിരുദ്ധ് എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ സുമിത്ര 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. ചവിട്ടിയതല്ലേ, ക്ഷമ പറഞ്ഞിട്ട് പോകാം എന്നുള്ളത്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ആഴം കാരണം നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ കമിഴ്ന്ന് തന്നെ കിടക്കുക. അപ്പോൾ സുമിത്രയ്ക്ക് പിന്നെ അവിടെ ഒത്തിരി നേരം സുമിത്ര നിന്നില്ല. അപ്പോഴേക്കും അവിടെ നിന്ന് വിളി വന്നു, സുമിത്ര അങ്ങ് പോകണം. അങ്ങനെ സുമിത്രയാണെങ്കിൽ കരഞ്ഞു ആ ഒരു ഇതിലൂടെ ഇങ്ങനെ നടന്നു വരുക കേട്ടോ. അപ്പോൾ സുമിത്ര അങ്ങ് പോയ പുറകെ അനിരുദ്ധ് എഴുന്നേറ്റിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിങ്ങ് പോരുന്നു. അപ്പോൾ അനിരുദ്ധ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നിങ്ങ് പോരുമ്പോൾ നമ്മുടെ സുമിത്ര ഇപ്പുറ സൈഡിൽ കൂടെ നടന്നിങ്ങനെ പോരും കേട്ടോ. അപ്പോഴേക്കും ദീപു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നെട്ടോട്ട് ഓടുമോ, ദൈവമേ അവൻ കഴിഞ്ഞിട്ട് പോയോ, അതേ സുമിത്രയുടെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടോ, അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ പേടിച്ചു വിറച്ച് അതിൽ കിടന്നിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കാം. അപ്പോൾ ദീപു എന്ന് പറയുന്ന ചതിയൻ്റെ ഈ കാട്ടായൊക്കെ കാണുമ്പോൾ ചിത്രയ്ക്ക് ആകെ സംശയം. ചിത്ര ചോദിക്കുന്നുണ്ട്, എന്താ ദീപേട്ടന് എന്താ പറ്റിയത്, ദീപേട്ടന് എന്തിനാ ഇങ്ങനെ കിടന്ന് വിയർക്കുന്നേ, ദീപേട്ടനെ ആരും ഇത് അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ നിനക്കൊക്കെ എന്താ ചിത്ര, എന്നെ കെട്ടിയിട്ട് വളർത്താനാണോ നിൻ്റെയൊക്കെ ഭാവം, എനിക്കെന്താ ഒന്നും നോക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല ഇതൊക്കെ ചോദിച്ചുകൊണ്ട് അവരോട് ചൂടായി. അപ്പോൾ ചൂടായി കഴിയുമ്പോൾ അവരാരും ഒന്നും മിണ്ടത്തില്ലല്ലോ. ഈ സമയത്ത് പങ്കജ് അങ്ങോട്ടേക്ക് വന്നു, പൂജയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഭയങ്കര സംസാരങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ അപ്പുവിന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുമുണ്ട്. അപ്പോൾ പൂജയ്ക്കാണെങ്കിൽ വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പൂജ സാധാരണ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. പങ്കജാണെങ്കിലോ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ കണ്ട് അപ്പു ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക, നീ ഇങ്ങനെ ഓരോ അടവുമായിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ലടാ എന്നുള്ളൊരിതിൽ. അങ്ങനെ അപ്പുവിനെ കാണിക്കാൻ വേണ്ടി കൂടുതൽ അടുപ്പം പൂജയ്ക്ക് മുന്നിൽ ഈ പങ്കജ് കാഴ്ച വയ്ക്കുന്നു.
അങ്ങനെ അവർ തമ്മിൽ ആ ഒരു സംസാരമൊക്കെ നടക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് സുമിത്ര ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും വഴിപാടുകളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് മനസ്സ് വിഷമിച്ച് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ അങ്ങനെ നടന്നു വരുന്ന സുമിത്ര ചുമ്മാ ഇങ്ങനെ കണ്ണ് ചൊറിഞ്ഞപ്പോൾ കണ്ണ് തിരുമിക്കൊണ്ട് ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയപ്പോൾ ദേ നമ്മുടെ അനിരുദ്ധ അതിൽ നടന്നു പോകുന്നു. അങ്ങനെ നടന്നു പോകുന്ന അനിരുദ്ധിനെ കണ്ടപ്പോഴത്തേക്ക് സുമിത്ര ഞെട്ടി. സുമിത്ര മോനെ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. പക്ഷേ മോനെ എന്നപ്പോൾ ഇത് അനിരുദ്ധല്ലേ എന്നിങ്ങനെ സുമിത്ര ഇങ്ങനെ ഒരു സെക്കൻഡ് നോക്കി നിന്നപ്പോൾ മകനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്ര ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിപ്പോയി. കാരണം കാലങ്ങൾക്ക് ശേഷം തൻ്റെ മകനെ കാണുന്ന ഒരമ്മ, ആ അമ്മ ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ ഇതായിപ്പോയി. ഈ സമയത്ത് നമ്മുടെ സുമിത്ര മോനേന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു. പക്ഷേ അനിരുദ്ധ് ഇങ്ങനെ നേരെ ഇതൊക്കെ പുതച്ച് അവിടെ നിന്ന് അങ്ങ് പോയി കേട്ടോ. പക്ഷേ അമ്മ മകനെ കണ്ടു, മകൻ അമ്മയെ കണ്ടില്ല. ശത്രുക്കളെ എല്ലാവരെയും മുച്ചൂട് മുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തകർത്തെറിഞ്ഞുകൊണ്ട് സുമിത്ര അനിരുദ്ധിൻ്റെ അരികിലേക്ക് എത്തി. എന്തായാലും ഇനിയിപ്പോൾ സുമിത്രയ്ക്ക് മനസ്സിലായി അനിരുദ്ധ് ഈ നാട്ടിലുണ്ട്, അതുപോലെ തന്നെ അനിരുദ്ധ് ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഇനിയിപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും തൻ്റെ മകനെ കണ്ടുപിടിക്കാൻ സുമിത്ര ഇറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ തീരാൻ പോകുന്നത് ദീപുവും അതുപോലെ തന്നെ രഞ്ജിതയും ഒക്കെയാണ്. എന്തായാലും രഞ്ജിത വരുമ്പോഴേക്കും അതിൻ്റേതായ സമാധാനം പറയണമല്ലോ. കാരണം ഇവർ തമ്മിൽ കണ്ടിട്ടില്ല എന്നുള്ള ഉറപ്പ് അവിടെ കൊടുക്കണം ദീപുവിന്. എങ്കിൽ മാത്രമേ ദീപുവിന് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നടക്കണു. ഈ സമയത്ത് നമ്മുടെ അനിരുദ്ധിൻ്റെ പിന്നാലെ സുമിത്ര ഓടിയെങ്കിലും പിന്നെ അനിരുദ്ധിനെ കണ്ടില്ല. അനിരുദ്ധ് വണ്ടിയെ കയറി പോവുക മറ്റോ ചെയ്തു. മോനേന്ന് വിളിച്ച് പിന്നാലെ കുറേ ദൂരം നമ്മുടെ സുമിത്ര ഓടി, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂടെ ചേർത്ത് സൂപ്പർ ഹിറ്റ് കഥയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. Thank you. See you again. Take care. Bye bye.